നിങ്ങളുടെ വായുകൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ സൂക്ഷിക്കുക. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 4-ാം വാക്യം ഇപ്രകാരം പറയുന്നു: മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിന്റെ ഉറവ് ഒഴുക്കുള്ള തോടും ആകുന്നു. മിക്ക ആളുകളും ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്: ഞാൻ വളരെ ക്ഷീണിതനും ദുർബലനുമാണ്, കാര്യങ്ങൾ വളരെ ശ്രമകരവും അപ്രാപ്യവുമായി എനിക്ക് തോന്നുന്നു. ഇപ്രകാരമൊക്കെ നിങ്ങൾ ചിന്തിക്കുകയോ സംസാരിക്കുകയോ ആണെങ്കിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തെ ഇളക്കുകയും നിങ്ങളുടെ ആത്മാവിനെ ക്ഷീണിപ്പിച്ച് നിങ്ങളുടെ ജീവിതത്തെ അത് തളർത്തിക്കളയുകയും ചെയ്യും. മാത്രമല്ല, ഇങ്ങനെ സംസാരിക്കുന്നവരാൽ കാര്യങ്ങൾ അനുഗ്രഹകരമായി ഒരിക്കലും മുന്നോട്ടു പോകുന്നതായി കണ്ടിട്ടില്ല. ഇങ്ങനെ തുടർച്ചയായി സംസാരിക്കുന്നവർ ഉടൻ തന്നെ അവരുടെ വിശ്വാസ ജീവിതം ക്രമീകരിക്കുകയും ക്രിസ്തുയേശുവിൽ അത് വളർത്തുകയും ചെയ്യണം. ഒരു പ്രശ്നം നേരിടുമ്പോൾ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും പിന്നീട് പിന്മാറുകയും അതിനുശേഷം വീണ്ടും ശ്രമിക്കുകയും ചെയ്യുന്നവരുണ്ട്. വിശ്വാസം ക്രിസ്തുവിൻ്റെ വാക്ക് ദൈവവചനം കേൾക്കുന്നത് മൂലമാണെന്ന് ദൈവവചനത്തിൽ പറയുന്നു. നിങ്ങൾ ദൈവവചനം കേൾക്കുകയും അത് നിങ്ങളുടെ കണ്ണിൻ മുമ്പിൽ നിന്ന് മാറ്റാതെയും ഇരിക്കണം. എല്ലാ ദിവസവും നിങ്ങളുടെ വിശ്വാസം വളരെ സജീവമായും ഉത്സാഹമുള്ളതുമായും നിങ്ങൾ നിർത്തണം. എന്നിരുന്നാൽ മാത്രമേ വിശ്വാസം വർദ്ധിക്കുകയും നമ്മൾ ദൈവത്തിൽ ബലപ്പെടുകയും ചെയ്യുകയുള്ളൂ. സദൃശ്യവാക്യങ്ങൾ 4-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്കുക. അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിന്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ച് വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വ ദേഹത്തിനും സൗഖ്യവും ആകുന്നു. ഈ വചനപ്രകാരം എപ്പോഴും ദൈവവചനം നിങ്ങളുടെ ചെവിയിലും കണ്ണിൻ മുന്നിലും വെക്കണം. നിങ്ങൾ തന്നെ വളരെ ശുഷ്കാന്തിയോടെ ശ്രദ്ധയോടെ നിങ്ങളുടെ ഹൃദയത്തെ എപ്പോഴും സൂക്ഷിക്കണമെന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടാകാം ഇത്? സാത്താൻ വളരെ ശുഷ്കാന്തിയോടെ അവൻ്റെ കളവുകളും ചതിവുകളും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഇന്ന് ഉപയോഗിക്കുവാൻ ശ്രമിക്കുകയാണ്. ദുരാത്മാക്കൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ തുടർച്ചയായി തടസ്സങ്ങൾ ഇടുവാൻ ശ്രമിക്കുന്നു. ഒരു ദൈവ പൈതലിന് ചുറ്റും ഭയം, രോഗം, ദാരിദ്ര്യം, എല്ലാ തരത്തിലുള്ള അവിശ്വാസവും തുടർച്ചയായി ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നു. ഈ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ സ്ഥിതിയെ സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ അവിശ്വാസത്തിൻ്റെ സംശയങ്ങളോടും ദൈവവചനത്തിൻ്റെ ബലത്താലുള്ള പ്രതികരണം ഉടൻ ആവശ്യമായിരിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിക്കുകയും ബലമില്ലാതെ ഇരിക്കുന്നു എന്ന് തോന്നിയാൽ യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരം പറയുന്നു എന്ന് പറഞ്ഞെടുത്തു പറയണം: നിങ്ങളുടെ കൊഴുക്കളെ വാളുകളായും വാക്കത്തികളെ കുന്തങ്ങളായും അടിപ്പീൻ. ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. ഞാൻ ഒന്നുകൂടെ പറയാം: ദുർബലൻ തന്നെത്താൻ വീരനായി മതിക്കട്ടെ. അതുകൊണ്ട് ഞാൻ എന്നെ സകല വിഷയത്തിലും വീരനായി മതിക്കുന്നു എന്ന് നിങ്ങൾ ഏറ്റുപറയണം. ജ്ഞാനത്തിൻ്റെ ആത്മാവിനിൽ വസിക്കുന്നു എന്ന് ഏറ്റുപറയണം. ബലത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവിനിൽ വസിക്കുന്നു. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഞാൻ ക്രിസ്തുവിൽ ഒരു വീരൻ തന്നെ. ഇപ്രകാരം വിശ്വസിക്കുകയും വിശ്വസിക്കുന്നത് തന്നെ നിങ്ങൾ കേൾക്കത്തക്ക വിധത്തിൽ ഏറ്റുപറയുകയും ചെയ്യുക. ദിനംതോറും ഇപ്രകാരം ദൈവവചനം പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ദൈവശക്തി ബലപ്പെട്ട് വരും. ഇങ്ങനെ ചെയ്യുന്നതിനെ ഒരു ദിവസം പോലും നിങ്ങൾ ഉപേക്ഷിച്ച് കളയരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. വിശ്വാസത്തിന്റെ ഒരു ചുവട് നമുക്കിന്ന് വെക്കാമോ? ഇന്ന് ആരെങ്കിലും നിങ്ങളെ ദ്രോഹിക്കുകയോ ഉപദ്രവിക്കുവാൻ കാരണം അന്വേഷിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ സങ്കീർത്തനങ്ങൾ 119
165 ഏറ്റുപറയുക. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. നിങ്ങളുടെ വാക്കുകളിൽ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. പിതാവേ, ഇന്ന് ഞാൻ ദ്രോഹിക്കപ്പെടുവാൻ വിസമ്മതിക്കുന്നു. സമാധാനം ഞാൻ ഇന്ന് തിരഞ്ഞെടുക്കുന്നു. എന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുകയും അവരെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടയക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ അവഹേളിക്കപ്പെടുകയോ അതിക്രമിക്കപ്പെടുകയോ എൻ്റെ മനോവികാരങ്ങൾ വ്രണപ്പെടുകയോ ഇല്ല. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നിലപാട് സ്തോത്രം മൂലവും വിശ്വാസം മൂലവും തുടർച്ചയായി വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുക. വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കുക.